വിവാഹത്തിനൊരു ആംബുലൻസ്. ഈ വീഡിയോയ്ക്ക് 2 പാർട്ടുകളാണുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്തേക്ക് പറയുന്നു. സെക്കൻഡ് പാർട്ടിൽ അതിൻ്റെ വിഷ്വൽസ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇനാൻസിനെ തേടി ഒരു കോൾ വന്നു. വെളുപ്പിനെയാണ് കോൾ വന്നത്. ഒരു കല്യാണ ദിവസം അതിരാവിലെ. നമുക്ക് ലഭിച്ച കോൾ പ്രകാരം ഉള്ള ആവശ്യം ഇതായിരുന്നു. വളരെ ക്രിട്ടിക്കലായി വെന്റിലേറ്റർ സപ്പോർട്ടിൽ ഉള്ള ഒരു ട്രക്യൂസ്റ്റമി പേഷ്യൻറ്റ്. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹമാണ്. അദ്ദേഹത്തിന് വിവാഹം നേരിട്ട് കാണണം. കായംകുളത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് പേഷ്യൻ്റ് ഉണ്ടായിരുന്നത്. വെളുപ്പിനെ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ ആവശ്യം കേട്ടു. അവരുടെ ആവശ്യം ആംബുലൻസ്, വെന്റിലേറ്ററുള്ള ഒരു ആംബുലൻസ് വേണം. ആ വെന്റിലേറ്റർ ആംബുലൻസ് എന്നഴിച്ച് വീട്ടിൽ വെക്കണം, വിവാഹം കാണണം, തിരിച്ചു വരണം. ആവശ്യം എന്താണെന്ന് മനസ്സിലായി. പക്ഷേ അത് കേട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പ്രായോഗികമായി അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പോൾ പതിറ്റാണ്ടുകളുടെ എക്സ്പീരിയൻസ് ഉള്ള ഞങ്ങളെ സംബന്ധിച്ച് ഏതൊരു കാര്യം, അതായത് ഞങ്ങളുടെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം കിട്ടിയാലും അത് പ്രൊഫഷണലി എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്ന് വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഞാൻ അവരെ തിരിച്ച് വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത കുറച്ച് വിഷ്വൽസും അതിൻ്റെ കാര്യങ്ങളുമാണ് ഈ ഒരു സ്റ്റോറിയിലുള്ളത്. കോൾ ലഭിച്ചപ്പോൾ തന്നെ നമ്മൾ വെളുപ്പിനെ 2 മണിക്ക് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ അവരുടെ വീട്ടിൽ പോയി പരിശോധിച്ചു. അതിനുള്ള പവർ സപ്ലൈ, അതിൻ്റെ ബാക്കപ്പ്, അതുപോലെ തന്നെ എന്താണ് സാഹചര്യം എന്നൊക്കെ പരിശോധിച്ചു. അവർ പറഞ്ഞ നിർദ്ദേശത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ രോഗിക്ക് വേണ്ട സപ്പോർട്ടുകളും അതിന് വേണ്ടിയിട്ടുള്ള വലിയ വലിയ സിലിണ്ടേഴ്സ്, അതുപോലെ അതിന് വേണ്ടിയിട്ട് വെന്റിലേറ്റർ സപ്പോർട്ടുകളെല്ലാം ആംബുലൻസിൽ നിന്ന് ഊരാതെ തന്നെ മറ്റ് ക്രമീകരിക്കുകയും. കാര്യം വളരെ റിസ്ക് ആയിട്ടുള്ള, മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാവും, വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കേസാണ് ട്രക്യൂസ്റ്റമി കേസ് വിത്ത് ബൈപ്പാപ്പ് എന്ന് പറയുന്നത്. അപ്പം എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു മകളുടെ വിവാഹം നേരിട്ട് കാണണം എന്നുള്ള അച്ഛൻ്റെ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് തന്നെ ഇനാൻസ് തീരുമാനിച്ചു. ശേഷം ഞങ്ങൾ ആ പേഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതിന് ശേഷം ഞങ്ങളുടെ തന്നെ ആംബുലൻസിൽ പേഷ്യനെ വെന്റിലേറ്റർ സപ്പോർട്ടിൽ തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് കല്യാണം നേരിട്ട് കാണുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം ക്രമീകരിച്ചു. ശേഷം വിവാഹശേഷം അദ്ദേഹത്തിനെ സുരക്ഷിതമായി എവിടെ നിന്നാണോ എടുത്തത് ആ ആശുപത്രി ഐസിയുലേക്ക് തന്നെ തിരിച്ച് മാറ്റുവാൻ സാധിച്ചു. വളരെ അഭിമാനമുള്ള ഒരു നിമിഷമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ജോലി കൊണ്ട് ഞങ്ങൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയും, ആംബുലൻസിൽ ജോലി അല്ല ആംബുലൻസ് ജീവനക്കാരെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ജോലിയാണ്. അപ്പം പാർട്ട് 2 അതിൻ്റെ വിഷ്വൽസ് ഉണ്ടാവും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. നെക്സ്റ്റ് പാർട്ട് എല്ലാവരും കാണുമെന്ന പ്രതീക്ഷയോടെ ഇനാൻസ്. ഓക്കെ.